5:15 ഈ അപകടം ഉണ്ടായെങ്കിൽ എത്ര സമയം കൊണ്ട് ഈ 4 പേരെയും നമുക്ക് പുറത്തെത്തിച്ച്? ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ 4 പേരെയും പുറത്തെടുക്കാൻ സാധിച്ചു. 3 പേരെ ഞങ്ങൾ സുരക്ഷിതമായിട്ട് പുറത്തെടുത്തു. 4-മത്തെ ആളിനെ പുറത്തെടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഫയർ സർവീസ് വന്നു. ഏറ്റവും ഒടുവിൽ പുറത്തെത്തിച്ചത് ആരെയാണ്? മൂത്ത മകളെ മീനാക്ഷിയെ. കുട്ടിക്ക് അവൾക്ക് അപ്പോൾ അത്ര ഭയന്നിട്ടായിരിക്കാം, ബോധം പോയ അവസ്ഥയിലായിരുന്നു. എങ്കിലും ഇടയ്ക്ക് വിളിക്കുമ്പോൾ അവൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച്, കാരണം മണ്ണിനടിയിലായതുകൊണ്ട് എവിടെയാണെന്ന് ലൊക്കേഷൻ തിരിച്ചറിഞ്ഞത് കുഞ്ഞുങ്ങളുടെ സൗണ്ട് കേട്ടിട്ടാണ്. ഞങ്ങൾ പുറത്തു നിന്ന് വിളിച്ചപ്പോൾ നിലവിളിക്കുന്നുണ്ടായിരുന്നു. ആ നിലവിളി കേട്ടിട്ടാണ് ഞങ്ങൾ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവരെ രക്ഷപ്പെടുത്തിയത്. എന്താ സംഭവിച്ചെന്നുള്ളത് ഒരു പക്ഷേ 4 പേർക്കും തിരിച്ചറിയാനും സമയമെടുത്തു. സാധാരണ ഈ ഭാഗത്ത് MC റോഡിൽ നിരന്തര അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ്. എപ്പോഴും അപകടമുള്ള ഒരു സ്ഥലമാണിത്. എപ്പോഴും അപകടമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ട്രാൻസ്ഫോമറിൻ്റെ ഭാഗമെല്ലാം ഇടിച്ചു തകർന്നു. എപ്പോഴും അപകടമുള്ള ഒരു ലൊക്കേഷനായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. സത്യത്തിൽ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഇവിടെ കഴിയാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ്. കാരണം അപകടം, ഓവർ സ്പീഡ് ഒക്കെ ആയിരിക്കാം ഇതിന് കാരണമെന്ന് തോന്നുന്നു. ഏതായാലും അപകടം, ഞങ്ങൾ ഏത് നിമിഷവും വിജിലൻ്റായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇവിടെ. MC റോഡിൽ അടൂരിനും പന്തളത്തിനും ഇടയിലുള്ള മേഖലയിലാണ്, പന്തളമല്ല കാരക്കാടിനും, ചെങ്ങന്നൂർ കാരക്കാടിനും ഇടയിലുള്ള ഭാഗത്താണ് ആ ഭാഗത്താണ് നിരന്തരം അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയായിട്ടുള്ളത്. റോഡ് സുരക്ഷാ അതോറിറ്റി അടക്കം പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തിയെങ്കിലും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചെങ്കിലും അപകടങ്ങൾക്ക് കുറവില്ല എന്നുള്ളതാണ്. ഈ ഭാഗത്ത് നേരിയ വളവ് മാത്രമാണ് ഉള്ളത്. അതേസമയം തന്നെ വിശാലമായതും വീതി ഏറിയതുമായ നല്ല ഗതാഗതത്തിന് സൗകര്യമൊരുക്കുന്ന ഒരു ഭാഗമാണ്. അതിനാൽ തന്നെ സാമാന്യത്തിൽ കവിഞ്ഞ വേഗതയിലായിരിക്കും വാഹനങ്ങളിൽ അധികവും കടന്നു പോകുന്നത്. അതുതന്നെയാണ് പലപ്പോഴും അപകടത്തിന് ഇടയാക്കിയിട്ടുള്ളത്. ഈ 1 വർഷം മുൻപ് പുറത്തു വന്ന ഒരു കണക്ക് പ്രകാരം 2.5 വർഷക്കാലയളവിനിടയിൽ 100-ലേറെ അപകടങ്ങൾ ഉണ്ടാവുകയും 20-ലേറെ ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തിട്ടുള്ള പ്രദേശമാണ് MC റോഡിൽ, പ്രത്യേകിച്ചും അടൂരിനും ചെങ്ങന്നൂർ കാരക്കാടിനും ഇടയിലുള്ള പ്രദേശം. ഈ ഭാഗത്ത് അപകടം നടന്ന പ്രത്യേക ഭാഗത്ത് എന്തെങ്കിലും അശാസ്ത്രീയതയുണ്ടോ? അതായത് ഈ റോഡിന്റെ വളവ് വരുന്ന ഭാഗത്തിന്റെ വളവിന് പുറത്ത് ഉയർത്തി ചെയ്യാതിരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഈ വളവ് തിരിയുന്ന സമയത്ത് ലോറി നിയന്ത്രണം വിടാനുള്ള കാര്യം? ഇത് ഉറങ്ങിപ്പോയതാണോ, ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ കാര്യം? അതോ അഭിലാൽ പറയുന്നില്ല ഇതിന് മുൻപും ആ മേഖലയിൽ അപകടം പതിവാണ് എങ്കിൽ അതിലെന്തെങ്കിലും ഒരു അശാസ്ത്രീയത ഉണ്ടാവില്ലേ? റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. രണ്ടാമത് നല്ല നിലയിൽ ടാർ ചെയ്യപ്പെട്ടിട്ടുള്ള റോഡാണ്, നിരപ്പായ പ്രദേശമാണ്, നേരിയ വളവുള്ള ഈ സ്ഥലം എന്നുള്ളത് ചെറിയ ഒരു വളവ് മാത്രമാണ്. ഈ വാഹനത്തിൻ്റെ അപകടപ്പെടുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പടിഞ്ഞാറൻ ഭാഗത്തു നിന്നും വന്ന വാഹനം അതേ നിലയിൽ നേരെ വന്ന് റോഡിന് അടിവശത്ത് വീടിന് മുകളിലേക്ക് മറിഞ്ഞ് വീഴുകയാണ് ഉണ്ടായത്. നിങ്ങൾ ഒരുപക്ഷെ ദിവസവും ഉണരുന്നത് പുതിയ ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ടായിരിക്കും അല്ലേ? MC റോഡിൽ പന്തളം, മാന്തുക, പറന്തൽ ഭാഗങ്ങളിലായി കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു 200-ലധികം അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 50-ലധികം ആളുകൾക്ക് ജീവഹാനി സംഭവിച്ച ഒരു പ്രദേശമാണിത്. നാട്ടുകാർ നിരന്തരമായ ആവശ്യത്തിൻ്റെ ഭാഗമായി സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ അപകടങ്ങൾക്കെതിരായിട്ട് അധികാരികൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി ഈ നാട് സമരത്തിലാണ്. പക്ഷേ അധികാരികളുടെ ഭാഗത്തു നിന്ന് നാളിതുവരെയായി ഇത് എന്തെങ്കിലും ഒരു നടപടി എടുക്കുവാനോ ഈ അപകടങ്ങൾ കുറയ്ക്കുവാൻ വേണ്ടിയോ ഒന്നും ചെയ്യുന്നില്ല. ഇതുപോലെ സാധാരണക്കാരായ നിരവധി ആളുകളാണ് ഈ റോഡുകളിൽ ജീവൻ പൊലിഞ്ഞു പോകുന്നത്. ഇനിയെങ്കിലും ഈ നാടിനു വേണ്ടി ഈ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു പരിഗണന ഉണ്ടായില്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അപകടം ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടെങ്കിലും ഒരു നല്ല മാറ്റം അധികാര ഭാഗത്ത് ഉണ്ടാകണം എന്ന വിനയത്തോടെ ഞങ്ങൾ അറിയിക്കുകയാണ്. റോഡിൻ്റെ ചെറിയ വളവ്, അതോടൊപ്പം തന്നെ ചെറിയ റോഡ് കഴിഞ്ഞാൽ പിന്നീട് ചെറിയ കുഴി എന്നുള്ളതിനെ തന്നെ സൈഡിൽ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിരുന്നു. അതടക്കം ഇടിച്ച് തകർത്തുകൊണ്ടാണ് റോഡിലേക്ക് ഏറെക്കൂടെ ഒരു 5 അടി താഴ്ചയിലേക്ക് വാഹനം മറിഞ്ഞത്. വാഹനത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവർക്കും ക്ലീനർക്കും അടക്കം പരിക്കേറ്റിട്ടുണ്ട്. ആകെ 4 പേരാണ് പരിക്കേറ്റ നിലയിൽ ഉള്ളത്. ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ ലോറിയുടെ ഡ്രൈവറും ക്ലീനറും അവർക്ക് പരിക്കും അത്ര ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ മേഖലയിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങൾ നടന്നതാണ്. പക്ഷേ യാതൊരു ഫലവും പരിഹാര മാർഗങ്ങളിലൂടെ ഉണ്ടായിട്ടില്ല. ഓരോ ദിവസവും പുതിയ അപകട വാർത്തകളാണ് വരുന്നത്. അതെ ഡെയിലി നമ്മളിപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ആദ്യമേ കേൾക്കുന്നതും മൊത്തം അപകടത്തിൻ്റെ വാർത്തകൾ തന്നെയുള്ളൂ. നിരന്തരം ഈ റോഡുകളിൽ എന്നും മരണം സംഭവിക്കുന്നുണ്ട്.
നിരവധി ആൾക്കാരെയാണ് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഡെയിലി ഇതൊരു അപകട മേഖലയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ കൊരമ്പാല ഭാഗം എന്ന് പറയുന്നത്. റിജേട്ടനൊക്കെ ഈ വിവരം അറിഞ്ഞെത്തുമ്പോഴത്തേക്ക് ആളുകളെ പുറത്തെത്തിച്ചോ? ഞാൻ ഒരു 5-10 മിനിറ്റിനകത്ത് പോലീസിനെ ഒന്ന് വിളിക്കുന്നു പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന്, എൻ്റെ വീട് തൊട്ടപ്പുറത്ത് കാണുന്നത്, വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പം തന്നെ ഓടി തന്നെ വന്നു, എളുപ്പം വന്നു, ഒരു 10 മിനിറ്റിനകത്ത് വന്നു. അപ്പോഴെന്തിനും എടുത്തോണ്ടിരിക്കുക ഒരു കൊച്ചു മാത്രം കുടുങ്ങിപ്പോയായിരുന്നു. ആ കൊച്ചിനെ പിന്നെ ഫയർഫോഴ്സ് ഞങ്ങളെല്ലാം കൂടെ കൂടി പൊക്കെടുത്ത് വിട്ടു. വണ്ടിയുടെ ക്ലീനറും ഡ്രൈവറും അവരുടെ അവസ്ഥയെക്കുറിച്ച് അവരെ സത്യം പറഞ്ഞാൽ അവരെ കണ്ടില്ല. എനിക്കൊന്ന് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചിട്ട് അവർ തന്നെ ഇറങ്ങി വന്നിട്ട് ആംബുലൻസ് വന്നപ്പോഴത്തേക്ക് ആംബുലൻസ് ഉടനെ തന്നെ വന്നു, 10 മിനിറ്റിനകത്ത് വന്നു. ആംബുലൻസ് വന്നപ്പോഴേ അതേ കയറിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ഇറങ്ങി വരുന്നത്, ചോര ഒലിപ്പിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് ഞങ്ങൾ കണ്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചതാണെന്ന് തോന്നുന്നു, സൗണ്ട് കേട്ടായിരുന്നു ഗ്ലാസ് പൊട്ടുന്നതായിട്ട്. അപ്പോൾ എനിക്ക് അവർ തന്നെ അടിച്ച് പൊട്ടിച്ച് അവർ ഇറങ്ങി വന്നതാണെന്ന് തോന്നുന്നുണ്ട്. അവർ സംസാരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, സ്വയം ഇറങ്ങിപ്പോയത് തന്നെ. സംസാരിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല, അവരിറങ്ങിപ്പോയി. ഞങ്ങൾ ചോദിച്ചു, മലയാളികൾ തന്നെയാണ്. ഇതുവഴി സ്ഥിരമായിട്ട് ഈ രാവിലെ നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ സ്ഥിതിയാണ് ഇതുപോലെ ഇങ്ങനൊരു സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഈ വണ്ടിയുടെ അടിയിൽ അവർ അകപ്പെട്ടു പോകത്തില്ലയോ? ഈ നടന്ന് വന്ന ആൾക്കാർക്ക് അവിടുന്ന് ഓടി മാറുമായിരുന്നു. ഇത് വണ്ടി മറിയുന്നത് കണ്ടുകൊണ്ട് തന്നെ ഓടി മാറുന്നത്. ആ പുള്ളിക്കാരോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ കണ്ടുകൊണ്ട് വരികയാണ് വണ്ടി ഇടിക്കുന്നത്, വണ്ടി മറിയുന്നതും കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞൊരു പാർട്ടിയാണ്. കാരണം പുള്ളി നടന്നു വന്ന വഴിയാണ്. ഈ രാവിലെ ആകുമ്പോൾ എന്നും ഈ അതിരാവിലെയാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, സ്ഥിരമായിട്ടുണ്ടാകുന്നതെല്ലാം. നേരം ഇതെല്ലാം ഉറങ്ങി വരുന്ന കേസ് കിട്ടുള്ള കൂടുതലുണ്ടാകുന്നത്.